നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി സമൂഹത്തെ വീണ്ടും കണ്ണീരിലാഴ്ത്തി മറ്റൊരു വാർത്ത കൂടി. സൗദിയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ബിഷ പട്ടണത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഒരു മലയാളി കുടുംബത്തിലെ 5 പേർ മരിച്ചു. ദമാമിൽ ബിഷയിലെ റെയ്നയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. കോഴിക്കോട് ബേപ്പൂർ പാണ്ടികശാല കണ്ടി മുഹമ്മദ് ജാബിർ, ഭാര്യ ഷബ്ന, മക്കളായ ലൈബ, സഹ, ലുത്ഫി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ദമാമിൽ നിന്ന് ജിസാനിലേക്കുള്ള യാത്രയ്ക്കിടെ ആയിരുന്നു അപകടം നടന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന കൊറോള കാർ സ്വദേശി പൗരന്റെ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 5 പേരും അപകട സ്ഥലത്ത് തന്നെ മരിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ മാസമാണ് കുടുംബത്തെ സന്ദർശക വിസയിൽ ജാബിർ കൊണ്ടുവന്നത്. കഴിഞ്ഞ 20 വർഷമായി സൗദിയിലെ ടൊയോട്ട കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. ജാബിറിന് ജോലി മാറ്റം കിട്ടിയതിനെ തുടർന്നാണ് ഇവർ ജിസാനിലേക്ക് പോയത്. വീട്ടു സാധനങ്ങൾ ഒരു ട്രക്കിൽ കയറ്റി അയച്ച ശേഷം കാറിൽ അനുഗമിക്കുകയായിരുന്നു കുടുംബം. റിയാദിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ അൽറൈൻ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനായി സന്നദ്ധ പ്രവർത്തകരും എംബസിയും ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മരിച്ചവർ മലയാളികളാണെന്ന് വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഹാരിസ് കല്ലായി, സിദ്ദിഖ് തുവൂർ, ഷൗക്കത്ത് അൽ റൈൻ എന്നിവർ ബന്ധുക്കളെ സഹായിക്കാൻ രംഗത്തുണ്ട്. അതേസമയം 6 വർഷമായി നാട്ടിൽ പോകാതിരുന്ന മലയാളി റിയാദിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി TB റോഡ് ജമീല മൻസിലിൽ അബ്ദുൾ ജബ്ബാർ ആണ് റിയാദിലെ ആശുപത്രിയിൽ മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു മരണം. 3 പതിറ്റാണ്ടായി സൗദിയിലുള്ള അബ്ദുൾ ജബ്ബാർ 6 വർഷം മുമ്പാണ് അവസാനമായി നാട്ടിൽ പോയത്. തിരിച്ചു വന്ന ശേഷം പിന്നീട് നാട്ടിലേക്ക് പോയിട്ടില്ല. കോവിഡ് കാലമായതിനാലാണ് യാത്ര നീളാൻ ഇടയാക്കിയത്. പരേതരായ റഹ്മാൻ ഖാനാണ് പിതാവ്. മാതാവ് അലിമാൽ BV. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.